ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ ഫൈനലി 9th ട്രിപ്പ് പോവാണ്. മൈസൂർ, കൂർഗ്, ലിറ്റിൽ ഹംപി ഈ 3 സ്ഥലങ്ങളിലോട്ടാണ് ട്രിപ്പ് പോകുന്നത്. അപ്പൊ ഇന്ന് രാത്രി 9 മണിക്ക് ബസ് എടുക്കും എന്നല്ല, അവിടെ എത്തണം ഞങ്ങളെ സ്കൂളിൽ. അപ്പൊ ഇവിടെ നിന്ന് നേരെ മേമനടുത്ത് ചെന്ന് അവിടെ നിന്ന് വേണം നമുക്ക് സ്കൂളിലോട്ട് പോകാൻ. ഇപ്പൊ സമയം ഏകദേശം ഒരു 7 മണി ആവാറായിട്ടുണ്ട്. ആൻഡ് ഐ എം ട്രൂലി എക്സൈറ്റഡ്. എനിക്ക് അറിയാൻ പാടില്ല ഞാനിപ്പോ എന്താ ചെയ്യുന്നതെന്ന്. എനിക്ക് വിറക്കുന്നുണ്ടോ, ടെറിഫൈഡ് ആണോ, ആങ്സൈറ്റി ഒക്കെ തോന്നുന്നുണ്ട്. എന്തൊക്കെയൊക്കെയോ ഉള്ളിൽ ഇങ്ങനെ റൺ ചെയ്തോണ്ടിരിക്കുകയാണ്. ഒട്ടും അറിയാൻ പാടില്ല. ആൻഡ് ദ മോസ്റ്റ് വേഴ്സ്റ്റ് പാർട്ട് ഈസ് ഫോൺ അലൗഡ് അല്ല. അതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. പക്ഷെ ടീച്ചേഴ്സിന്റെ ഫോണിൽ എടുക്കുന്ന വീഡിയോസും ക്ലിപ്സും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ട്രിപ്പ് പോട്ടെ. യെസ് ഗൈസ്, ഫൈനലി ഞങ്ങൾ 9th കാത്തിരുന്നേച്ച 9th 3 days ട്രിപ്പ് ഇതാ എത്തി. എക്സൈറ്റ്മെന്റ് ലെവല് എനിക്ക് വളരെ കൂടുതലായിരുന്നുകൊണ്ട് തന്നെ പറഞ്ഞ കാര്യങ്ങൾ എത്രയൊക്കെ ശരിയായെന്ന് എനിക്ക് ആ ഒരു മൊമെന്റിൽ യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഏറെക്കുറെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ബാക്കിയൊക്കെ ഞാൻ വഴിയെ വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പം മുണ്ടമേലിയിൽ നിന്ന് കെട്ടുംപാണ്ടൊക്കെ പെറുക്കി നേരെ മേമയുടെ അടുത്ത് ചെന്ന് ആദ്യം തന്നെ ഞാൻ ചോറ് കഴിച്ചു. നേർച്ചച്ചോറായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ദോശ ചുട്ടിട്ട് കുറച്ച് ചമ്മന്തിയും കൂടി കൂട്ടി അതും കഴിച്ചിട്ട് ഞങ്ങളിതേ സ്കൂളിലോട്ട് ഇറങ്ങുകയാണ്. അപ്പം എല്ലാവരും വരുന്നുണ്ട്. അമ്മച്ചിയും പേപ്പനും ഒഴികെ ബാക്കി എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. അപ്പം അമ്മയും സ്റ്റാനിമോളും പപ്പയും ബൈക്കിലും ഞാനും മേമയും സ്റ്റീവട്ടനും ഓട്ടോയിലാണ് പോകുന്നത്. സ്റ്റീവട്ടൻ തുടങ്ങിയതേ കരച്ചിലാണ്. അവനെന്തോ സാധനം എടുത്തില്ലെന്നോ അതോ ഇതൊന്നും ഏതൊക്കെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ സന്തോഷം എക്സൈറ്റ്മെൻറ്റും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ലായിരുന്നു. ഏകദേശം 9 മണിയോട് എടുത്തപ്പോഴാണ് ഞങ്ങളവിടെ എത്തിയത് തന്നെ. അങ്ങനെ എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ ഉള്ളീന്നൊരു ബട്ടർഫ്ലൈ എഫക്റ്റ് എന്നൊക്കെ പറയില്ല, ആ ഒരു അവസ്ഥയായിരുന്നു. സന്തോഷം കൊണ്ട് ഇരിക്കപ്പുറതിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ കണ്ടപാടെ, അതായത് ഫ്രണ്ട്സിനെ കണ്ടപാടെ സംസാരമായി. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അകത്ത് കൊണ്ടുപോയിട്ട് റോൾ നമ്പർ വിളിച്ചു, പേര് വിളിച്ചു, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബസ്സിൻ്റെ അടുത്തോട്ട് പോവാണ്. പിന്നെ ബസ്സിൽ കയറി ഇരുന്നിട്ടും എല്ലാവരും വന്നോന്ന് ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ബസ് എടുക്കുവാണ്. ആക്ച്വലി ഐ വാസ് സോ എക്സൈറ്റഡ്. ഇല്ല, അടുത്ത വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തേക്ക് എത്തുള്ളൂ. ടാറ്റാ.